വ്യവസായിയും നിർമ്മാതാവുമായ ഗോകുലം ഗോപാലിനെ ഇഡി വീണ്ടും ചോദ്യം ചെയ്യും. ചോദ്യം ചെയ്യലിനായി ഗോകുലം ഗോപാലൻ കൊച്ചിയിലെ ഇഡി ഓഫീസിൽ ഹാജരായി. കഴിഞ്ഞ ദിവസം ഓഫീസിലും വീട്ടിലും നടന്ന പരിശോധനയ്ക്ക് ശേഷമാണ് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നോട്ടീസ് നൽകിയത്. ഡാനി ഇപ്പോൾ വിവരങ്ങൾ പങ്കുവെക്കുകയാണ്. ഡാനി, പിടിച്ച പണത്തിന്റെ കണക്ക് പുറത്തുവിട്ടിരുന്നു. വിദേശ നാണ്യ വിനിമയ ചട്ടം ലംഘിച്ച വിവരം ഇഡി പുറത്തുവിട്ടിരുന്നു. ഇപ്പോൾ ഏറ്റവും പുതിയ നടപടി എന്തൊക്കെയാണ്? രഞ്ജിത്ത, ഈ റെയ്ഡിന് പിന്നാലെ തന്നെ ഇതിൽ ആവശ്യമുണ്ടെങ്കിൽ രേഖകളുടെയും മറ്റ് വസ്തുതകളുടെയും പരിശോധനകൾക്ക് ശേഷം ഗോകുലം ഗോപാലനോട് ഹാജരാകണം എന്ന നിർദ്ദേശം നൽകിയിരുന്നു. അതിനനുസരിച്ച് നോട്ടീസ് നൽകിയാണ് ഇപ്പോൾ വിളിച്ചു വരുത്തിയിട്ടുള്ളത്. കൊച്ചിയിലെ ഇഡി ഓഫീസിൽ അല്പസമയം മുൻപാണ് ഗോകുലം ഗോപാലൻ ഹാജരായിരിക്കുന്നത്. ഉച്ചയ്ക്ക് ശേഷമായിരിക്കും ചോദ്യം ചെയ്യലടക്കമുള്ള നടപടികളിലേക്ക് കടക്കുക എന്നാണ് മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയാണ് ഇത് സംബന്ധിയായ കാര്യങ്ങളിൽ ഗോകുലം ഗോപാലന്റെ ഓഫീസുകളിലും അതോടൊപ്പം തന്നെ വീടുകളിലും പരിശോധന നടത്തുകയും ചെന്നൈയിലേക്ക് ഗോകുലം ഗോപാലിനെ വിളിച്ചു വരുത്തുകയും ചെയ്തത്. അവിടെ ഏതാണ്ട് 13 മണിക്കൂറോളം നീണ്ട പരിശോധനയായിരുന്നു. അവിടെ വെച്ച് ഒരു ആദ്യഘട്ടം എന്ന രീതിയിലുള്ള ചോദ്യം ചെയ്യലടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ഇതിനുശേഷമാണ് ഇവിടെ നിന്ന് പിടിച്ചെടുത്ത രേഖകൾ അടക്കമുള്ള കാര്യങ്ങളുടെ ഒരു പരിശോധനയിലേക്ക് കടന്നത്. ഈ നടത്തിയ പരിശോധനയിൽ ഏതാണ്ട് 1.5 കോടിയിലധികം രൂപ കണക്കിൽപ്പെടാത്ത രീതിയിൽ തന്നെ കണ്ടെത്തുകയും ചെയ്തിരുന്നു. അതോടൊപ്പം തന്നെയാണ് ഈ ഗോകുലം ഗ്രൂപ്പുകളിലേക്ക് ഗോകുലത്തിന്റെ ചിട്ടി ഫണ്ട് അടക്കമുള്ള കാര്യങ്ങളുണ്ട്. ഇവിടേക്ക് വലിയ രീതിയിലുള്ള വിദേശത്ത് നിന്ന് വലിയ രീതിയിലേക്ക് തുക വന്നെത്തിയതായിരുന്നു. ഇത് വിദേശ നാണ്യ വിനിമയ ചട്ടങ്ങളുടെ ലംഘനമാണ് എന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് ഇഡി കടന്നു പോവുകയും ചെയ്തിരുന്നു. അപ്പോൾ ഇതിലെല്ലാം തന്നെ വിശദീകരണം ആവശ്യമുണ്ട്. പ്രധാനമായും തന്നെയും ഈ കാര്യത്തിൽ ഇഡി സംശയിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഇങ്ങനെ വന്നിരിക്കുന്ന പണം ഏതെങ്കിലും രീതിയിലുള്ള സിനിമാ നിർമ്മാണം അടക്കമുള്ള മേഖലകളിലേക്ക് ഗോകുലം ഗ്രൂപ്പ് മാറ്റിയിട്ടുണ്ടോ എന്നതെല്ലാം തന്നെ പരിശോധിക്കുന്നുണ്ട്. ഇഡി പറയുന്നത് പ്രധാനമായും തന്നെ ഈ ഒരു എമ്പുരാൻ എഫക്റ്റ് എന്ന രീതിയിൽ വിശേഷിക്കപ്പെടുന്ന സാഹചര്യമുണ്ടോ എന്ന ചോദ്യത്തിന് ഇഡിയുടെ ഒരു ഉത്തരം, ഇത് 2022 മുതൽ ഗോകുലം ഗ്രൂപ്പിന്റെ ഈ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിയായ കാര്യങ്ങളിൽ ചില സംശയം ഉയരുകയും അത് സംബന്ധിയായ കാര്യങ്ങളിൽ അന്വേഷണം നടത്തുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ച എന്ന രീതിയിൽ മാത്രമാണ് ഇപ്പോഴത്തെ നടപടി എന്നാണ് ഇഡി നൽകുന്ന വിശദീകരണം. എന്തായാലും ഇക്കാര്യത്തിൽ ഇഡി അന്വേഷണവുമായി മുന്നോട്ട് പോവുക തന്നെയാണ്. ഗോകുലം ഗ്രൂപ്പിന്റെ ഓഫീസുകളിൽ നടത്തിയ പരിശോധന, അവിടുന്ന് പിടിച്ചെടുത്ത രേഖകൾ, ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് വീണ്ടും 2ാം വട്ടവും ചോദ്യം ചെയ്യാനായിട്ട് പോകുന്നത്. ഇതിൽ ചോദ്യം ചെയ്യാൻ നോട്ടീസ് നൽകിയാണ് കൊച്ചിയിലെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയിരിക്കുന്നത്. ഉച്ചയോടുകൂടി ഓഫീസിലെത്തുകയും ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ചോദ്യം ചെയ്യലടക്കമുള്ള കാര്യങ്ങളിലേക്ക് നീണ്ടുപോവുകയും തീർച്ചയായും. ഏതായാലും ഗോകുലം ഗോപാലിനെ ചോദ്യം ചെയ്യാനായി ഇഡി വിളിപ്പിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുകയാണ് ലക്ഷ്യം.